വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. ഏതൊരാൾക്കൂട്ടത്തിലും സെലിബ്രിറ്റികളെ പൊന്നുപോലെ കാക്കുന്നവരാണ് ബൗൺസർമാർ. വലിയ വെല്ലുവിളി നേടുന്ന ജോലിയാണത്. താരങ്ങളെ പിടിക്കാനും സെൽഫി എടുക്കാനും പിച്ചാനുമൊക്കെ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ അകലത്തിൽ അവരെ കാക്കുന്നവരാണ് ബൗൺസർമാർ. തടിമിടുക്കുള്ള പുരുഷന്മാരാണ് സാധാരണ ഈ ജോലി തെരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ രംഗത്തേക്കും സ്ത്രീകൾ കടന്നു വരികയാണ്. എമ്പുരാൻ റിലീസിന് തൊട്ടു മുമ്പായുള്ള മോഹൻലാലിന്റെ പ്രൊമോഷണൽ പരിപാടികളിലെല്ലാം അത്തരമൊരു വനിതയെ കാണാം. ക്ലോസ് ഫിറ്റായ കറുത്ത ടീഷർട്ടും ജീൻസും ധരിച്ച സൂപ്പർ താരത്തിന് വഴിയൊരുക്കുന്നത് മറ്റാരുമല്ല, അനു കുഞ്ഞുമോനാണ്. കൊച്ചിയിലെ പരിപാടിയിൽ ആൾക്കൂട്ടത്തെ അടക്കി നിർത്തുന്ന അനുവിനെ കണ്ടാൽ ആരും ഒന്നും നോക്കും. ആജ്ഞാശക്തിയുള്ള ഇടപെടലുകൾ ആൺകൂട്ടത്തിനിടയിൽ അനുവിനെ വേറിട്ട് നിർത്തുന്നു. പുരുഷന്മാർ കൊടികുത്തി വാഴുന്ന ബൗൺസർമാരുടെ ലോകത്ത് അനു സ്വന്തമായി ഇടം കണ്ടെത്തി കഴിഞ്ഞു. സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന ആൾ കൂടുന്ന പരിപാടികളുടെ നിയന്ത്രണം കൂടാതെ താരങ്ങളുടെ വ്യക്തിപരമായ സുരക്ഷ, DJ പാർട്ടികളിൽ ശല്യക്കാരെ കൈകാര്യം ചെയ്യൽ, ബാറുകളിലും പബ്ബുകളിലും കുഴപ്പക്കാരെ ഒഴിവാക്കി വിടുക എന്നിങ്ങനെയാണ് ബൗൺസർമാരുടെ പണി. അനു കുഞ്ഞുമോന്റെ പാത പിന്തുടർന്ന് ശാരീരിക ക്ഷമതയും മനക്കരുത്തുമുള്ള നിരവധി സ്ത്രീകൾ ഇപ്പോൾ കേരളത്തിലെ താരതമ്യേന പുതിയ തൊഴിലേക്ക് വരുന്നത് ആശാവഹമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് അനു ബൗൺസർ ജോലി തെരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അനുവിനുണ്ട്. സാധാരണ സ്ത്രീകൾ തെരഞ്ഞെടുക്കാത്ത ബൗൺസർ പണിയിലേക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ തനിക്ക് ആളുകളെ നിയന്ത്രിക്കാനും അവരുടെ ആദരം പിടിച്ചു പറ്റാനും ഇഷ്ടമെന്നാണ് അനു പറയുക. ജീവിതത്തിൽ കായികക്ഷമതയോടെയും മനക്കരുത്തോടെയും കഴിയണമെന്ന് ഈ 37-കാരിക്ക് നിർബന്ധമാണ്. ജീവിതത്തിൽ എല്ലാത്തരം വെല്ലുവിളികളെയും നേരിട്ട വ്യക്തിയാണ് ഞാൻ. അമ്മയെയും സഹോദരിയെയും നോക്കാനും അന്തസ്സോടെ ജീവിക്കാനും എനിക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഇച്ഛാശക്തിയുടെയും മനക്കരുത്തിന്റെയും ബലത്തിലാണ് ഞാൻ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചതെന്നും അനു കുഞ്ഞുമോൻ വാർത്താ ഏജൻസിയായ PTIയോട് പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫറായാണ് അനുവിന്റെ തുടക്കം. അങ്ങനെ ഒരു കഥയുമുണ്ട് അനുവിന് പറയാൻ. മികച്ച ഫോട്ടോഗ്രാഫറായ അനു സിനിമാ പ്രൊമോഷണൽ പരിപാടികളിൽ ആവശ്യാനുസരണം ഫോട്ടോകൾ എടുത്തു കൊടുത്തിരുന്നു. അത്തരമൊരു സെലിബ്രിറ്റി പരിപാടിയിൽ ഒരു പുരുഷ ബൗൺസറുമായി ഇടയേണ്ടി വന്നു. പരിപാടിയുടെ ചിത്രങ്ങൾ എടുക്കുന്നതിനിടെ ഒരു ബൗൺസർ എന്നെ പിടിച്ചു തള്ളി. ആ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിരിച്ചൊരു തള്ളു കൊടുത്തപ്പോൾ അയാൾ നിലത്ത് വീണു. പിന്നീട് ആ പരിപാടിക്ക് ബൗൺസർമാരെ അയച്ചിരുന്ന ഏജൻസിയെ വിളിച്ച് എന്തുകൊണ്ട് നിങ്ങൾ വനിതാ ബൗൺസർമാരെ ജോലിക്ക് എടുക്കുന്നില്ലെന്ന് ചോദിച്ചു. വനിതാ ബൗൺസറായി ജോലി ചെയ്യാനുള്ള താല്പര്യവും അറിയിച്ചെന്നും അനു പറഞ്ഞു. അത്യാവശ്യം ശാരീരിക ക്ഷമതയും നല്ല ഇച്ഛാശക്തിയും മനക്കരുത്തുമുള്ള സ്ത്രീകൾക്ക് ബൗൺസറായി തിളങ്ങാമെന്നാണ് അനു വിശ്വസിക്കുന്നത്. കൊച്ചിക്കാരിയായ അനു സെലിബ്രിറ്റി പരിപാടികളിലും പബ്ബ് പാർട്ടികളിലും വനിതാ സെലിബ്രിറ്റികളുടെയും ബിസിനസ്സുകാരുടെയും അംഗരക്ഷകയായും ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ടും ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കുഴപ്പക്കാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എല്ലാം പല സാഹചര്യങ്ങളിലും കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അനു ചിരിയോടെ പറയുന്നു. ഫോട്ടോഗ്രാഫിയോടുള്ള അതേ പാഷനോടെയാണ് ബൗൺസർ ജോലിയും ചെയ്യുന്നത്. പുരുഷ ബൗൺസർമാരെ പോലെ തന്നെ വനിതാ ബൗൺസർമാർക്കും ഇപ്പോൾ ഏകദേശം തുല്യവേതനം കിട്ടുന്നുണ്ടെന്ന് മറ്റൊരു വനിതാ ബൗൺസർ പറഞ്ഞു. തന്നെപ്പോലുള്ള വനിതാ ബൗൺസർമാർക്ക് പ്രൊഫഷണൽ പരിശീലനത്തിന്റെ കുറവുണ്ടെന്നും അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. ജിമ്മിൽ പോയി ശരീരം ഫിറ്റാക്കി വയ്ക്കുന്നതല്ലാതെ ബൗൺസർ എന്ന നിലയിൽ പ്രൊഫഷണൽ പരിശീലനം കിട്ടാത്തത് ഈ രംഗത്തെ പോരായ്മയാണെന്നും അനു ഓർമ്മിപ്പിക്കുന്നു.